ഹായ് ഫ്രണ്ട്സ്, ബുഷറാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ലഡുവാണ് തയ്യാറാക്കുന്നത്. ബൂന്തി ഇല്ലാതെ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് കടലപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു നുള്ള് സോഡാപ്പൊടി ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ 1/4 കപ്പ് പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ആക്കാം. ഇത് കുറച്ചായിട്ട് നമുക്ക് മിക്സ് ആക്കി എടുക്കാം. ഇത് ദോശമാവൊക്കെ ഉണ്ടാക്കൂലേ, ആ ടെക്സ്ചറിൽ തന്നെ കിട്ടാനായിട്ട് നോക്കുക. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കളർ ഇട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഒരു പാനിൽ നല്ല രീതിയിൽ തന്നെ ഇത് ഡയറക്റ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ മാവും അങ്ങനെ ആക്കിയെടുക്കുക. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയും ചെയ്യണം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ക്രഷ് ചെയ്തെടുക്കേണ്ടത്. എല്ലാം ഞാനിവിടെ ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ വേണം പഞ്ചസാര പാനി തയ്യാറാക്കാനായിട്ട് വെച്ച് ഞാനൊരു പാന് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് തന്നെ വെള്ളവും ചേർത്ത് നന്നായിട്ട് മെൽറ്റാക്കി എടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ആവശ്യത്തിന് കളർ ചേർക്കേണ്ടവർക്ക് ചേർക്കാം. 1-2 ഡ്രോപ്പ് കളർ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. പഞ്ചസാര പാനി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം കുറച്ച് കൊടുക്കുക. എന്നിട്ട് ബൂന്തി ഇതിലോട്ട് ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. ഈ പഞ്ചസാര പാനി ഇതിലോട്ട് ബൂന്തി പഞ്ചസാര പാനി വലിച്ചെടുക്കാനായിട്ടാണ് ഇങ്ങനെ തിളപ്പിക്കുന്നത്. കുറച്ച് നേരം വെച്ച് തിളപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ആക്കാം. ഫ്ലെയിം ഒന്ന് ഞാൻ മീഡിയത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫാക്കി കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇതൊന്ന് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇവിടെ ചൂടാറിയിട്ടുണ്ട്. അധികം ചൂടാറണ്ട, ചെറിയ ചൂടോടുകൂടി നമ്മൾ ബൗൾ പോലെ ആക്കി കൊടുക്കുക. അപ്പോൾ കശുവണ്ടി മുന്തിരിയൊക്കെ നമ്മൾ ഈ സമയത്ത്
നെയ്യിൽ വറുത്തെടുത്ത് ചേർക്കുക. ഞാനിവിടെ ചേർക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ ലഡു തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.